വർക്കലയിൽ അമിത വേഗതയിലെത്തിയ കാർ ഇരുചക്ര വാഹനത്തിൽ ഇടിച്ച് അപകടമുണ്ടായി എന്ന ഒരു വാർത്ത കൂടിയുണ്ട്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആ ദൃശ്യങ്ങൾ കാണുന്ന വെള്ള കാറാണ് അപകടത്തിന് ഇടയാക്കിയത്. വടശ്ശേരിക്കോണം ജംഗ്ഷന് സമീപമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാറിൻ്റെ വേഗതയെ കാണാം. ഓവർടേക്ക് ചെയ്യാനൊക്കെയുള്ള ശ്രമത്തിനിടയിലാണ് ഈ അപകടമുണ്ടായത്. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം വൈകുന്നേരത്ത് 7 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഈ കടയ്ക്കൽ ഭാഗത്ത് നിന്നും വർക്കലയിലേക്ക് പോകുകയായിരുന്ന കാർ എതിർദിശയിൽ വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. കടയ്ക്കൽ സ്വദേശിയായ ദിലീപാണ് ഈ കാർ ഓടിച്ചിരുന്നത്. പാലച്ചിറ സർവീസ് സെന്ററിൽ ജീവനക്കാരനായ അഖിലാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. ഈ കാർ അമിത വേഗതയിലായിരുന്നു എന്നാണ് പ്രദേശത്തുണ്ടായ ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത്. എന്തായാലും മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കയറുന്നതിനിടെയാണ് ഈ ബൈക്കുമായി കൂട്ടിയിടിച്ചത്. ഇരുവർക്കും, അഖിലിനും അതുപോലെ തന്നെ കാർ ഓടിച്ചിരുന്ന ദിലീപിനും ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ശരി അഭിലാഷ്. സംസ്ഥാന അതിർത്തിയായ കുലശേഖരത്ത് ബസ്സിൽ നിന്ന് യാത്രക്കാരുടെ ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ 2 സ്ത്രീകൾ അറസ്റ്റിൽ. പൊള്ളാച്ചി കോട്ടിക്കൽ പാളയം സ്വദേശികളായ ഈശ്വരിയും ലച്ചുമിയുമാണ് അറസ്റ്റിലായത്. അരുൺ മോഹൻ വിവരങ്ങളുമായി ചേരുന്നു. അരുണ്, ഈ സംഭവം ഇത് കുലശേഖരം ഭാഗത്താണ് ഉണ്ടായിരിക്കുന്നത്. ഇവരൊക്കെ തമിഴ്നാട് സ്വദേശികളാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുപ്രഭാതം. ഈ കഴിഞ്ഞ 30-ാം തീയതിയായിരുന്നു ഈ ഒരു കേസിൽ ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. സംസ്ഥാന അതിർത്തിയായ കുലശേഖരത്തെ ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു വീട്ടമ്മയുടെ, ഒരു വയോധികയുടെ, 60 വയസ്സുള്ള വയോധികയുടെ മാല പൊട്ടിച്ച സംഘത്തില് 2 പേരാണ് ഇപ്പോൾ കുലശേഖരം പോലീസ് പിടികൂടുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയാണ് ഈ കുലശേഖരം എന്ന് പറയുന്ന സ്ഥലം. ഇവർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആയിരുന്നു ഈ പൊള്ളാച്ചി കൊട്ടിയം പാളയം സ്വദേശികളായ ഈശ്വരിയും മെച്ചുമിയും ഇവർ 2 പേരും മാല കവരുന്നത്. ഈ പറയുന്ന മരിയ അഞ്ജലി എന്ന 66-കാരിയുടെ കഴുത്തിൽ കിടന്ന 6 പവന്റെ താലിമാലയായിരുന്നു യാത്രാമധ്യേ ഇവർ കവരുന്നത്. തുടർന്ന് ഇവർ കുലശേഖരം പോലീസിനെ സമീപിച്ച് പരാതി നൽകി പോവുകയായിരുന്നു. പക്ഷേ പോലീസ് അത് ഗൗരവമായി എടുക്കുകയും തുടർന്ന് CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ഒരു നിരീക്ഷണം നടത്തി. കേരള തമിഴ്നാട് അതിർത്തിയിലെ മോഷണ സംഘത്തെ കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്തി വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു ഇന്നലെ ഈ പറയുന്ന കുലശേഖരം പോലീസിന്റെ പിടിയിൽ സംശയാസ്പദമായ രീതിയിൽ ഇവർ നടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് പോലീസ് ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ കയ്യിൽ 21,000-ലധികം രൂപ കാണുന്നു. അതിന് വ്യക്തമായ ഒരു മറുപടിയോ മറ്റോ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് വിവരങ്ങളോ ഇവർക്ക് നൽകാൻ കഴിഞ്ഞില്ല. തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ സ്ഥിരം മോഷ്ടാക്കളാണെന്നും കഴിഞ്ഞ ഈ പറയുന്ന മരിയയുടെ മാല കവർന്ന സംഘത്തിലെ അംഗങ്ങളാണെന്നും മനസ്സിലാകുന്നു. തുടർന്ന് ഈ മാല മോഷ്ടിച്ച സ്ഥലത്തെത്തി അത് തെളിവെടുപ്പൊക്കെ നടത്തുകയും ചെയ്തു പോലീസ്. എന്തായാലും കേരള തമിഴ്നാട് അതിർത്തിയിൽ മോഷണം നടത്തുന്ന 2 പ്രധാന മോഷ്ടാക്കളെയാണ് ഇപ്പോൾ കുലശേഖരം പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇവർക്ക് കേരളത്തിലും വിവിധ സ്ഥലങ്ങളിൽ മോഷണം നടന്നിട്ടുള്ളതായി ഇവർ സമ്മതിച്ചിട്ടുണ്ട്. ശരി അരുൺ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.